ഗായ്സ്, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പഴയ ലിപ്പാണ്. എൻ്റെ ലിപ്പ് പിഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഹൈലി പിഗ്മെൻറ്റേഷൻ ആയിരുന്നു ഉള്ള ലിപ്പായിരുന്നു. അതൊക്കെ മാറിയിട്ട് ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ലിപ്പ് കിട്ടാൻ എനിക്ക് സഹായിച്ച അടിപൊളി ഒരു ലിപ്പാമാണ് എന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. എനിക്ക് പിഗ്മെൻറ്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടെന്ന് ഞാൻ പറയില്ല, ഒരുവിധം എനിക്ക് മാറാൻ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് എനിക്ക് വിസിബിളി നല്ലൊരു ചേഞ്ച് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എനിക്ക് മാറാൻ സാധിച്ചൊരു അടിപൊളി ലിപ്പാമാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതേപോലെ എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിന് വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കുക. ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്രാസ് ഹെവൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ലിപ് ബാമിൻ്റെ ഒരു വീഡിയോ ആണ്. ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ചെയ്യാറുള്ളതാണ് എൻ്റെ ലിപ്പ് പിഗ്മെൻറ്റേഷൻ എങ്ങനെയാണ് മാറ്റിയെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് എനിക്ക് സ്റ്റാർട്ടിൽ തൊട്ട് കമൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ലിപ് ബാം എന്ന് പറയുന്നത് നമ്മുടെ ലിപ്പ് പിഗ്മെൻറ്റേഷൻ മാറാൻ ഒരുപാടധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. അത് നമുക്ക് നാച്ചുറലി എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അത് മാത്രമല്ല, ലിപ് ബാം മാത്രമല്ല, നമ്മൾ ലിപ്പിന് നല്ല കെയറും കൊടുത്താൽ മാത്രമേ നമുക്ക് ആ പിഗ്മെൻറ്റേഷൻ നല്ലപോലെ മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. പെട്ടെന്നൊരു ദിവസം കൊണ്ട് പിഗ്മെൻറ്റേഷൻ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും പറ്റില്ല. നമുക്കതിന് ടൈമും അതുപോലെ തന്നെ എഫേർട്ടും ആവശ്യമാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന് എഫോർട്ട് എടുക്കാൻ തയ്യാറായിരിക്കണം. പിന്നെ ലിപ് പിഗ്മെൻറ്റേഷൻ മാറ്റാനുള്ള റെമഡീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ ഇടുന്നതായിരിക്കും. അതേപോലെ ഇതിന് മുന്നേ ഞാൻ ഒരു കാര്യം ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ലിപ് പിഗ്മെൻറ്റേഷൻ നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ആവശ്യമുള്ള കയറി നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ലിപ് ബാമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലിപ് പിഗ്മെൻറ്റേഷൻ നല്ലപോലെ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല കെയർ കൊടുക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് ലിപ്സ്റ്റിക് ഇടുന്നവരാണ്. സോ ലിപ്സ്റ്റിക് ഇടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ലിപ്പിന് ഒരുപാടധികം ഡാർക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുറച്ച് നല്ല ഡാർക്കായിട്ടുള്ള കളറൊക്കെ ഇടുകയാണെങ്കിൽ നല്ലപോലെ പിഗ്മെൻറ്റേഷൻ വരുന്നതായിരിക്കും. സോ അതൊക്കെ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാനിന്ന് ലിപ്പിൽ നമ്മുടെ ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല, ഓക്കെ, ഒന്നും ഇടാതെയാണ് ഇരിക്കുന്നത്. സോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ലിപ് ബാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. അപ്പം നമ്മൾ ലിപ് ബാം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ബീട്രൂട്ട് നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അര ബീട്രൂട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ പ്യുവർ ആയിട്ടുള്ള ജ്യൂസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആക്ച്വലി നമ്മൾ വാട്ടർ ഒന്നും ആഡ് ചെയ്താണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, വാട്ടറൊന്നും ആഡ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ഗ്യാസിലേക്ക് വെച്ചിട്ട് ഒരു 3 സ്പൂൺ പാലൊഴിച്ച് കൊടുക്കുക. ചൂടാവുന്നതിന് മുന്നേ ആഡ് ചെയ്ത് കൊടുത്താലും മതി, എങ്ങനെയായിരുന്നാലും കുഴപ്പമില്ല. എന്നിട്ട് കുറച്ച് കോൺഫ്ലവർ, 1 സ്പൂൺ പോലുമില്ല, അര സ്പൂൺ പോലുമില്ല, കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ട് നമ്മളത് വെള്ളത്തിലൊന്ന് അലിയിച്ചെടുത്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് നിർബന്ധമില്ല, ഇത് ആവശ്യമാണ്, നിർബന്ധമില്ല. കാരണം ഇത് കുറച്ചൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ആ ഒരു കട്ടി നമ്മൾ ഈ ഒരു ലൂസായിട്ടിരിക്കില്ലേ, അല്ലെങ്കിൽ വെള്ളം പോലെ ഇരിക്കുക, അങ്ങനെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നിർബന്ധമല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ ഒരു ലിക്വിഡ് ഫോമിൽ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ആ ഒരു കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിർബന്ധമല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന കോൺഫ്ലവറിൻ്റെ ഡേറ്റ് നോക്കിയതിന് ശേഷം മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക, ഓക്കെ. എന്നിട്ട് നമ്മൾ അതിലെ ഒരു പാത്രത്തിലേക്ക്, വൃത്തിയുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഒരു വെള്ളമോ അങ്ങനെ ഒന്നും ഉണ്ടായിരിക്കരുത്, വൃത്തിയുള്ള പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിനുശേഷം നമ്മൾ അതിലേക്ക് നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ആ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഉടഞ്ഞു പോകരുത്, നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഈ ഒരു കളറിൽ തന്നെയായിരിക്കും കിട്ടുന്നത്. ആ കോൺഫ്ലവർ ചേർത്താൽ മാത്രമേ ഈ ഒരു ലിക്വിഡ് ഫോമിൽ ഇതുപോലെ കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം പോലെ ഇരിക്കുക. അത് നമ്മുടെ ലിപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ബ്ലഷ് ആയിട്ട് അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ഐ ഷാഡോ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ലിപ് ബാം മാത്രമായിട്ടല്ല, അങ്ങനെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സംഭവമാണിത്. വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾ ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ലിപ് ബാമിനേക്കാളും എന്തുകൊണ്ട് നമ്മൾ ഇതുപോലെ നാച്ചുറലായിട്ടും ഹോം മെയ്ഡായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും നമുക്ക് നല്ല ലിപ്പിന് നല്ല കെയർ മാത്രമല്ല, നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷനും നൽകാതെ നല്ലതായിട്ട് സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ രാത്രി കിടക്കുന്നതിന് മുന്നേ ഇത് അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. എങ്കിൽ നമ്മൾ ലിപ് പിഗ്മെൻറ്റേഷൻ മാറാൻ നന്നായിട്ട് സഹായിക്കുന്നതായിരിക്കും. എപ്പോഴും നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇത് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും. കാരണം ഇത് വൈപ്പ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ആ ഒരു ഗീയുടെ ഇത് അതിൽ ലിപ്പിൽ കാണും. സോ അപ്പം നമുക്ക് ഈ അതായത് ലിപ്സ്റ്റിക് ഇടുമ്പോൾ അത് ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ വൈപ്പ് ചെയ്യേണ്ട, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാവുന്നതാണ്. വളരെ കംഫർട്ടബിളാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളാണ്, നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. ഇത് റൂം ടെമ്പറേച്ചറിൽ ഒരാഴ്ച കൂടുതൽ ഇരിക്കുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. റൂം ടെമ്പറേച്ചറിൽ ഒരാഴ്ചയിൽ കൂടുതൽ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ ബൈ.